ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഈ വർഷത്തെ SSLCയുടെ റിസൾട്ട് ജൂലൈ മാസം 14-ാം തീയതി പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും വളരെ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ A+ ഒക്കെ കിട്ടി. വളരെയധികം ഹാപ്പി ആയിരുന്നു എല്ലാ ആൾക്കാരും. പക്ഷേ ഒരു 5 ദിവസമായിട്ടേ ഉള്ളൂ. ഈ 5 ദിവസത്തെ നിങ്ങളുടെ സന്തോഷം ഇനി അടുത്ത ഒരു 2 മാസം നിങ്ങൾക്ക് നല്ല രീതിയിൽ ടെൻഷൻ അടുപ്പിക്കാനായിട്ടുള്ള പുതിയൊരു സർക്കുലർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് നല്ല രീതിയിൽ ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു വിഷയമാണ്. നിങ്ങളുടെ ചെറിയ രീതിയിലുള്ള ഒരു അശ്രദ്ധ വരെ നിങ്ങൾക്ക് അടുത്ത +1 അഡ്മിഷൻ കിട്ടാത്ത ഒരു കണ്ടീഷനിലേക്ക് വന്നേക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവനായിട്ടും കാണുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ മറ്റുള്ളവരിലേക്കും കൂടുതലായിട്ടും എത്തപ്പെടുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റും ചെയ്തിടുക. നിങ്ങളുടെ കൂട്ടുകാരായിട്ടുള്ള ആൾക്കാർക്ക്, ഇതുപോലെ SSLC ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ആൾക്കാർക്കും ഈ വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇതുപോലെയുള്ള ഉപകാരപ്രദമായിട്ടുള്ള എല്ലാ വീഡിയോസും എത്രയും വേഗം നിങ്ങളുടെ ഫോണിനുള്ളിൽ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിക്കാനായിട്ട് ഈ ഒരു ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഉപയോഗിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷനും കൂടെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫോണിനുള്ളിൽ നോട്ടിഫിക്കേഷൻസ് ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. നിങ്ങൾ SSLC ഒക്കെ കഴിഞ്ഞു. ഇനി നിങ്ങളുടെ +1 അഡ്മിഷൻ എന്ന് പറയുന്നത് HSCAP എന്ന് പറയുന്ന ഒരു പോർട്ടലിലൂടെയാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ HSCAP എന്ന് പറഞ്ഞ പോർട്ടലിൽ പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു സർക്കുലർ എന്ന് പറയുന്നത് +1 അഡ്മിഷന് വേണ്ടിയിട്ട് എന്തുമാത്രം ബാച്ചസ് അവൈലബിൾ ആണ്, അതുപോലെ തന്നെ എന്തുമാത്രം സീറ്റുകൾ അവൈലബിൾ ആണ് എന്നതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ആ ഒരു സർക്കുലറിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരു സംക്ഷിപ്ത രൂപം ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇത് ശ്രദ്ധിച്ച് കേട്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം ഒരു വിധം വ്യക്തമായിട്ട് മനസ്സിലാവും. നമുക്കറിയാം, SSLC പഠിച്ചു കഴിയുമ്പോഴത്തേക്കിന് പിന്നീട് +1 അഡ്മിഷന് നമ്മളൊരു സ്കൂളിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കിന് അവിടെ 3 വിഭാഗത്തിലുള്ള കുട്ടികൾ സാധാരണ രീതിയിൽ വരാറുണ്ട്. അതായത് സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച കുട്ടികൾ വരാറുണ്ട്, CBSE പഠിച്ച കുട്ടികൾ വരാറുണ്ട്, ICSE പഠിച്ച കുട്ടികൾ വരാറുണ്ട്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി 10ാം ക്ലാസ് വരെ CBSEയും ICSE ഒക്കെ പഠിച്ചവർ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് അവർ സ്റ്റേറ്റ് സിലബസ് +1 പഠിക്കാനായിട്ട് തിരഞ്ഞെടുക്കാറുണ്ട്. പക്ഷേ ഒരു കാര്യം ഇപ്പോഴത്തെ ഒരു കണക്കുകൾ പ്രകാരം വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ CBSEക്കാരും ICSEക്കാരും ഈ വർഷം സ്റ്റേറ്റിലോട്ട് ചേരാം എന്നുള്ള ഒരു മോഹം ഉണ്ടെങ്കിൽ അതങ്ങ് വിട്ടുകളയുന്നതായിരിക്കും നല്ലതെന്ന് പറയുന്നത്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ എക്സാം പോലും നടന്നിട്ടില്ലാത്ത ഒരു സ്ഥിതിക്ക് ഇനി നിങ്ങൾക്ക് സ്റ്റേറ്റ് സിലബസിൽ ഒരു അഡ്മിഷൻ കിട്ടുക എന്ന് പറയുന്നത് ഈ വർഷം ഒരു പ്രാക്ടിക്കലായിട്ടുള്ള ഒരു കാര്യമാണോ എന്ന് കണക്കുകൾ വെച്ച് നോക്കുമ്പോഴത്തേക്കിനും നമുക്ക് തോന്നുന്നില്ല. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് ഈ ഒരു വീഡിയോ മുഴുവനായിട്ടും ശ്രദ്ധിച്ച് കഴിയുമ്പോഴത്തേക്കിനും നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും. നമുക്കറിയാം, കേരളത്തിൽ ഈ വർഷം SSLC എക്സാം സ്റ്റേറ്റ് സിലബസിൽ എഴുതിയ കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് 4,22,226 പേരായിരുന്നു. വിജയശതമാനം വന്നിരിക്കുന്നത് 99.47%. അത്രയും വിജയശതമാനം വെച്ച് നോക്കുമ്പോഴേക്കും 4,19,980 കുട്ടികൾ തുടർന്നുള്ള വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് യോഗ്യത നേടിയിരിക്കുകയാണ്. അതായത് +1 അഡ്മിഷന് വേണ്ടിയിട്ട് അപേക്ഷിക്കാനായിട്ടുള്ള രീതിയിലുള്ള യോഗ്യത നേടിയിരിക്കുകയാണ്. ഇതിൽ തന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് 1,21,318 കുട്ടികൾക്ക് എല്ലാ വിഷയത്തിനും A+ ഉണ്ട്. ആ ഒരു കണക്ക് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ മനസ്സിൽ എണ്ണാൻ പറ്റുന്ന ഒരു നമ്പർ ഏകദേശം 2,230 കുട്ടികൾ മാത്രമേ സംസ്ഥാനത്ത് മൊത്തത്തിൽ ഫെയിലായിട്ടുള്ളൂ. ഇതാണ് SSLC റിസൾട്ടിൻ്റെ ഒരു സമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജയിച്ച കുട്ടികളെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ് ജയിച്ചത്? +1 പഠിക്കാനായിട്ടാണ് ജയിച്ചതല്ലേ. അപ്പോൾ ഈ +1 അഡ്മിഷന് ഇതിന് മാത്രമുള്ള ബാച്ചുകളും സ്കൂളുകളും ഒക്കെ നമ്മുടെ നാട്ടിൽ ലഭ്യമാണോ? ഇനി അതിൻ്റെ കണക്കുകളൊന്ന് പരിശോധിക്കാം. സ്കൂളുകൾ പല വിധത്തിലുണ്ട് നമ്മുടെ സംസ്ഥാനത്ത്. ഗവൺമെൻറ് സ്കൂളുകൾ, എയ്ഡഡ് സ്കൂളുകൾ, അൺഎയ്ഡഡ് സ്കൂളുകൾ, റെസിഡൻഷ്യൽ, സ്പെഷ്യൽ, ടെക്നിക്കൽ, ഈ വിഭാഗത്തിലുള്ള എല്ലാ സ്കൂളുകളും കൂടെ കൂട്ടിയിട്ട് ആകെ 2078 സ്കൂളുകളാണ് കേരളത്തിലുള്ളത്. ഇതിൽ തന്നെ ഈ വിഭാഗത്തിലെല്ലാം കൂടെ ഉൾപ്പെട്ടിട്ട് ഗവൺമെൻറ്, എയ്ഡഡ്, അൺഎയ്ഡഡ്, റെസിഡൻഷ്യൽ, സ്പെഷ്യൽ, ടെക്നിക്കൽ ഈ വിഭാഗത്തിൽ എല്ലാം കൂടെ ഉൾപ്പെട്ടിട്ട് സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ഈ 3 ബാച്ചുകളും എല്ലാം കൂടെ ഉൾപ്പെട്ട് ആകെ ബാച്ചുകളുടെ എണ്ണം എന്ന് പറയുന്നത് 7,236 ഒരു ബാച്ചിൽ മാക്സിമം ഉൾക്കൊള്ളിക്കുന്ന സ്റ്റുഡൻസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 50. അതായത് ഒരു ബാച്ചിലേക്ക് 50 കുട്ടികൾക്കാണ് പ്രവേശനമുള്ളത്. ഇപ്പോൾ സയൻസിൻ്റെ ഒരു ബാച്ച് എടുക്കുകയാണെങ്കിൽ 50 കുട്ടികൾക്ക് പ്രവേശനം കിട്ടും. കൊമേഴ്സിൻ്റെ ഒരു ബാച്ച് എടുക്കുകയാണെങ്കിൽ 50 കുട്ടികൾക്ക് പ്രവേശനം കിട്ടും. ചില സ്കൂളുകളിലാണെങ്കിൽ സയൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 2ഉം 3ഉം ബാച്ചുകളൊക്കെ കാണും. 3 ബാച്ച് ഉണ്ടെങ്കിൽ ആ ഒരു സ്കൂളിൽ ടോട്ടൽ എത്ര സയൻസ് കുട്ടികൾക്ക് പഠിക്കാം? 150 കുട്ടികൾക്ക് പഠിക്കാം. അതാണ് ഇപ്പോഴത്തെ ലഭ്യമായിട്ടുള്ള സീറ്റ് വിവരം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിലെ ആകെപ്പാടെ ഗവൺമെൻറ്, എയ്ഡഡ്, അൺഎയ്ഡഡ്, സ്പെഷ്യൽ, ടെക്നിക്കൽ, റെസിഡൻഷ്യൽ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഓരോ ബാച്ചിനും 50 സീറ്റ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 3,61,307 സീറ്റുകൾ മാത്രമേ ലഭ്യമായിട്ടുള്ളൂ. സയൻസിനും കൊമേഴ്സിനും ഹ്യൂമാനിറ്റീസിനും എല്ലാം കൂടെ ഉൾപ്പെടെ.
പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ 3,61,307 സീറ്റിൽ ഉൾപ്പെട്ട കാര്യം തന്നെയാണ് ഏകജാലകം, മാനേജ്മെൻറ്റ് കോട്ട, കമ്മ്യൂണിറ്റി കോട്ട, അൺഎയ്ഡഡ്, സ്പോർട്സ് കോട്ട ഇവയെല്ലാം. അല്ലാതെ ഏകജാലകം വഴി മാത്രം അഡ്മിഷൻ നേടാനായിട്ടുള്ള സീറ്റുകളല്ല ഈ ഒരു 3,61,307 എന്നുള്ള കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. ഇനി ഏകജാലകത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഏകജാലകം എന്ന് പറയുമ്പോഴത്തേക്കിന് അതിനകത്ത് എയ്ഡഡ് സ്കൂളുകൾ വരും, ഗവൺമെൻറ് സ്കൂളുകൾ വരും. ഈ രീതിയിൽ സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ഈ 3 വിഭാഗത്തിനും കൂടെ ഏകജാലകത്തിലൂടെയുള്ള അഡ്മിഷൻ കിട്ടാനായിട്ട് ആകെ അവൈലബിൾ ആയിട്ടുള്ള സീറ്റ് എന്ന് പറയുന്നത് 2,39,551. അപ്പോൾ ഏകജാലകം അല്ലാത്ത രീതിയിൽ അൺഎയ്ഡഡ്, കമ്മ്യൂണിറ്റി കോട്ട, സ്പോർട്സ് കോട്ട ഈ വിഭാഗത്തിലെല്ലാം കൂടെ അഡ്മിഷൻ കിട്ടാനായിട്ടുള്ള സീറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് 1,80,437 സീറ്റുകളാണ്. ഇനിയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, കേരളത്തിൽ ആകെപ്പാടെ ജയിച്ച കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് 4,19,988. ആകെ അവൈലബിൾ ആയിട്ടുള്ള സീറ്റ് എന്ന് പറയുന്നത് 3,61,307. ഈ 3,61,307 ഏകജാലകം വഴി പ്രവേശനം നേടാനായിട്ട് ആകെ അവൈലബിൾ ആയിട്ടുള്ളത് 2,39,551 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർഷത്തെ +1 പ്രവേശനം ഈ ഒരു സീറ്റ് വെച്ചിട്ടാണ് നടക്കുന്നത് എന്നുണ്ടെങ്കിൽ മെറിറ്റിലൂടെ, അതായത് ഏകജാലകത്തിലൂടെയും മാനേജ്മെൻറ്റ്, കമ്മ്യൂണിറ്റി, സ്പോർട്സ് ഈ കോട്ടകളിൽ വഴി എല്ലാം കുട്ടികൾ അഡ്മിഷൻ നേടിക്കഴിഞ്ഞാലും ഏകദേശം 58,600 കുട്ടികൾ ബാക്കി നിൽക്കും എന്നുള്ളതാണ് സത്യാവസ്ഥ. അതായത് 500,000-ലധികം കുട്ടികൾ. അത് ചെറിയൊരു കണക്കല്ല, 1000-ഓ 2000-ഓ എന്നൊന്നും നമ്മൾ പറയുന്നത് പോലെ ഒരു കണക്കല്ല. 500,000-ലധികം കുട്ടികൾക്ക് ഇപ്പോഴത്തെ ഈ ഒരു സീറ്റ് വെച്ചിട്ട് അഡ്മിഷൻ കിട്ടില്ല എന്നുള്ളതാണ് ഒരു സത്യം. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇവിടെ കംപ്ലീറ്റ് A+, അതായത് 10 A+ കിട്ടിയിരിക്കുന്ന കുട്ടികളുടെ എണ്ണം 1,21,318. ഏകജാലകം വഴിയുള്ള ആകെപ്പാടെയുള്ള സീറ്റുകളുടെ എണ്ണം 2,39,551. അപ്പോൾ 10 A+ കിട്ടിയ കുട്ടികൾ ഒരു കാരണവശാലും അവർ അൺഎയ്ഡഡ് ആയിട്ട് അങ്ങോട്ട് ക്യാഷ് കൊടുത്ത് പഠിക്കാനായിട്ട് പോവുകയോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി കോട്ട വെച്ചിട്ട് പൈസ കൊടുത്തിട്ട് ഡൊണേഷൻ ഒന്നും കൊടുത്തിട്ട് പഠിക്കാൻ പോവുകയോ ഒന്നും ചെയ്യത്തില്ല. അവർ തീർച്ചയായിട്ടും ഏകജാലകം വഴിയായിരിക്കും അഡ്മിഷൻ നേടുന്നത്. എന്നുള്ള കണക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ വർഷം ഏകജാലകം വഴി അഡ്മിഷൻ നേടുന്ന ഭൂരിഭാഗം കുട്ടികളും കംപ്ലീറ്റ് ആയിട്ട് 10 A+ കിട്ടിയ കുട്ടികളായിരിക്കും. അവരുടെ ആ ഒരു കണക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 1,00,000-ലധികം സീറ്റുകൾ മാത്രമേ ഏകജാലകത്തിനകത്ത് ബാക്കിയായിട്ട് കിടപ്പുള്ളൂ. നമ്മുടെ സംസ്ഥാനത്ത് തന്നെ 9 A+, 8 A+, 7 A+ കിട്ടിയ ധാരാളം കുട്ടികളുണ്ട്. ഇതെല്ലാം കൂടെ വെച്ച് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ, പണ്ടത്തെ ഒരു കാര്യം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2 A+ എങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു സ്കൂളിലെങ്കിലും അഡ്മിഷൻ കിട്ടുമെന്ന് നമുക്കൊരു ഉറപ്പുണ്ടായിരുന്നു. അതായത് നമ്മൾ ഇഷ്ടപ്പെട്ട വിഷയമോ ഇഷ്ടപ്പെട്ട സ്കൂളോ വീടിനടുത്തുള്ള സ്കൂളോ ഒന്നും കിട്ടത്തില്ലായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ, ഏതെങ്കിലും ഒരു സ്കൂളിൽ നമുക്ക് അഡ്മിഷൻ കിട്ടുമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു 6 A+ പോലും സേഫ് അല്ലാത്ത രീതിയിലേക്കാണ് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറയുന്നത് +1-ൻ്റെ അഡ്മിഷൻ അലോട്ട്മെൻറ്റ് വരുമല്ലോ. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ട് കൂടുതൽ ആൾക്കാരും സെക്കൻഡ് അലോട്ട്മെൻറ്റും തേർഡ് അലോട്ട്മെൻറ്റും ഒക്കെ അപ്ലൈ ചെയ്യാറായിട്ടുണ്ട്. അതായത് ആദ്യമേ നമ്മൾ കൊടുത്തിട്ടുള്ള ഓപ്ഷൻ കിട്ടാതെ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട സ്കൂൾ കിട്ടാതെ വരുമ്പോഴത്തേക്കിന് അലോട്ട്മെൻറ്റ് കയറ്റി വെക്കും. അതിൻ്റെ ഒന്നും ആവശ്യം ഇത്തവണ വരത്തില്ലെന്നാണ് തോന്നുന്നത്. കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയെങ്കിലും കിട്ടിയാൽ ഭാഗ്യം, ആ ഒരു രീതിയിലാണ് ഇപ്പോഴത്തെ സീറ്റ് കിടക്കുന്നതും വിജയശതമാനം കിടക്കുന്നതും. അപ്പോൾ നിങ്ങൾ +1 അഡ്മിഷന് വേണ്ടിയിട്ട് അപേക്ഷിക്കുന്ന സമയത്ത് നിങ്ങൾ വരുത്തുന്ന എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് പോലും നിങ്ങളുടെ ഒരു വർഷം കളയാനായിട്ടുള്ള നല്ല സാധ്യതയാണ് കാണുന്നത്. ഇനി ഇതിനെന്താണ് ഒരു പരിഹാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോസിബിളായിട്ടുള്ള പരിഹാരം എന്ന് പറയുന്നത് ബാച്ചിനകത്ത് സീറ്റുകളുടെ എണ്ണം കൂട്ടുക എന്ന് മാത്രമേ ഉള്ളൂ. ഈ 50 എന്നുള്ളത് ഒരു 60-ഓ 65-ഓ വല്ലതും ആക്കുക എന്ന് മാത്രമേ ഉള്ളൂ പരിഹാരം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, നിങ്ങളെ 10ാം ക്ലാസ്സിൽ പഠിപ്പിച്ച അധ്യാപകരുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഇതുപോലെ ഒരു സർക്കുലർ വന്നല്ലോ, ഇങ്ങനെ ഒരു പ്രശ്നം അതിനകത്തുണ്ടല്ലോ, അവൈലബിൾ ആയിട്ടുള്ള സീറ്റുകളുടെ എണ്ണം കുറവാണല്ലോ, എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ അവരോട് ചോദിക്കുക. അവർ അധ്യാപകരായതുകൊണ്ട് അവർക്ക് ആ ഒരു ആവശ്യങ്ങൾ ഉന്നയിക്കാനായിട്ടുള്ള ഒരു സ്പേസ് എവിടെയെങ്കിലും കാണും. ഇപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ഗ്രേസ് മാർക്കിൻ്റെ ഒക്കെ പ്രശ്നം പോയതിന് ശേഷം അതിനൊന്നും തീരുമാനമാകാതെ കിടക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് വരുന്നത്. ഗ്രേസ് മാർക്കൊക്കെ പിന്നെ പോട്ടെന്ന് വെക്കാം, പക്ഷേ ഇത് അഡ്മിഷൻ്റെ കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അധ്യാപകരുമായിട്ട് കോൺടാക്ട് ചെയ്ത് ഈ ഒരു കാര്യമൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഡിസ്കസ് ചെയ്താലേ എന്തെങ്കിലും ഒരു പ്രയോജനമുള്ളൂ. ഇനി ഫസ്റ്റ് അലോട്ട്മെൻറ്റും സെക്കൻഡ് അലോട്ട്മെൻറ്റും കിട്ടാതെ വരുമ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളുടെ വർഷങ്ങൾ മുൻപോട്ട് പോകും എന്നുള്ളതല്ലാതെ അതിനകത്തൊരു പ്രയോജനം വരുന്നില്ല. ഇപ്പം ഞാൻ പറഞ്ഞ കണക്കുകളൊക്കെ സംസ്ഥാനതല കണക്കുകളാണ്. ഇനി ഓരോ ജില്ല തിരിച്ചുള്ള കണക്കുകൾ, ഓരോ ജില്ലയിലും എത്ര സ്കൂളുകളുണ്ട്, എത്ര ബാച്ചുകൾ അവൈലബിൾ ആണ്, എത്ര സീറ്റുകളുണ്ട് എന്നുള്ളതിൻ്റെ എല്ലാം ഡീറ്റെയിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനകത്ത് ഞാനൊരു ലിങ്ക് കൊടുത്തേക്കാം. നിങ്ങൾ ആ ലിങ്കിൽ നിന്ന് ആ ഒരു ഡോക്യുമെൻ്റ് അങ്ങ് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ ജില്ലയൊക്കെ വെച്ചിട്ടിരുന്നൊന്ന് വായിച്ച് നോക്കിക്കോ. +1 അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തുടർന്നുള്ള വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ ചെയ്യണോ എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക കേട്ടോ.
നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഞാൻ കൂടുതൽ വീഡിയോസ് ചെയ്തു തരാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. എല്ലാവർക്കും പണ്ട് തൊട്ടേ ഉള്ള ഒരു ചിന്തയായിരുന്നു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഒന്നും കിട്ടിയില്ലെങ്കിൽ അവസാന അലോട്ട്മെൻറ്റിലെങ്കിലും എവിടെയെങ്കിലും കിട്ടും എന്നുള്ളത്. ആ ഒരു പ്രതീക്ഷ ഇപ്പോഴത്തെ ആ ഒരു കണക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരിക്കലും വേണ്ട. പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.